നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കാലോ അല്ലെ? കേൾക്കാലോ? കേൾക്കാം. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിന് പ്രൈസ് ദി ലോർഡ്. രാവിലെ എല്ലാവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് 2025 എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു. കഴിഞ്ഞ ഒരു വർഷം മുഴുവനും 2024 മുഴുവനും ദൈവം അത്ഭുതകരമായിട്ട് നാം ആയിരുന്ന ഇടങ്ങളിലെല്ലാം സഹായിക്കുകയും പരിപാലിക്കുകയും നമ്മെ നടത്തുകയും ചെയ്ത സർവശക്തനായിരിക്കുന്ന ദൈവത്തിന് ഞാനൊരു പ്രാവശ്യവും കൂടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു കൂടി വരവ് പിന്നെയും ദൈവം ഈ പുതുവർഷത്തിൽ സ്തോത്രം നൽകി തന്ന ദൈവത്തിന്റെ സ്നേഹത്തെയും അതുപോലെ പ്രത്യേകിച്ച് ദൈവദാസനോടുള്ള എല്ലാവരോടും സഭയാം കുടുംബത്തോടുള്ള നന്ദിയെയും ഞാൻ അറിയിക്കുന്നു. നമുക്ക് ഒരുപാട് സമയം നമ്മുടെ മുമ്പിലില്ല, അതുകൊണ്ട് ഞാൻ നേരെ ഡയറക്റ്റ് വചനത്തിലേക്ക് തന്നെ പോവുകയാണ്. 1 പത്രോസിന്റെ ലേഖനത്തിലേക്ക് വന്നാൽ 1 പത്രോസിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 8-ാം വാക്യം, 8ഉം 9ഉം വാക്യങ്ങളാണ് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. 1 പത്രോസ് അതിന്റെ 3-ാം അധ്യായം 8-ന്റെയും 8ഉം 9ഉം. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദര പ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവരായിരിപ്പിൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആയിരിപ്പിൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, ഈ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞങ്ങൾക്ക് ദൈവം നൽകി തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം. വചനത്തിനായി സ്തോത്രം. കിടന്ന നല്ല പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ ഹൃദയങ്ങളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ദൈവത്തിന്റെ നാമം മുഖത്തുമെടുക്കണം. കർത്താവെ താഴ്ത്തിയേൽപ്പിക്കുന്നു. കൃപ കൂടെ ഇരിക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനം പത്രോസ് എഴുതിയ ലേഖനമാണ്. നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. പത്രോസ് 2 ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ 1-ാമത്തെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ആധാരമായിട്ടാണ് നാം സംസാരിക്കുന്നത്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ, ഒരേ പോയിന്റുകൾ അതിലുണ്ടെങ്കിലും ഞാൻ ഒരു വിഷയം മാത്രം ഒന്ന് ഓർപ്പിക്കാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദര പ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയും ഉള്ളവർ ആയിരിപ്പിൻ. പ്രൈസ് ദി ലോർഡ്. പത്രോസിന്റെ ലേഖനത്തിന്റെ ഒരു പ്രത്യേകത, പത്രോസിന്റെ ലേഖനങ്ങൾ പഠിക്കുമ്പോൾ ഐക്യമത്യത്തെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു കാര്യങ്ങൾ അതിൽ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഐക്യമത്യം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തില് ഏറ്റവും കാതലായിരിക്കുന്ന ഒരു വിഷയമാണ് ഐക്യമത്യം. കാരണം ഈ നാളുകളിൽ മനുഷ്യന്റെ സ്നേഹം, പ്രത്യേകിച്ച് ദൈവമായിട്ടുള്ള സ്നേഹം, അതുപോലെ സഭയായിട്ടുള്ള ബന്ധത്തില്, കുടുംബമായിട്ടുള്ള ബന്ധത്തില് എല്ലാം കുറഞ്ഞു പോകുന്ന ഒരു കാലത്തിലാണ് നാം ജീവിക്കുന്നത്. കാരണം ഇത് അന്ത്യ കാലഘട്ടത്തിന്റെ അന്ത്യസമയത്തിലേക്ക് സ്തോത്രം നാം എല്ലാവരും വന്നെത്തിയിരിക്കുന്നു. കാരണം അന്ത്യകാലമാകുമ്പോൾ അതേ സ്തോത്രം എല്ലാവരുടെ സ്നേഹം തണുത്തു പോകുമെന്ന് കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം മനുഷ്യപുത്രൻ വരുമ്പോൾ വിശ്വാസം കണ്ടെത്തുമോ? സ്നേഹം തണുത്തു പോകും. ഐക്യമത്യം ഉണ്ടെങ്കിലല്ലേ സ്നേഹം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഐക്യമത്യത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ ഇതിനോടുള്ള ബന്ധത്തില് സംസാരിക്കുന്ന ഒരു വിഷയം അബ്രഹാമിനുള്ള ബന്ധത്തിലാണ്. കാരണം അബ്രഹാമിനെ ദൈവം വിളിച്ചു, അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞു, ഒരുപാട് വാഗ്ദത്തങ്ങൾ കൊടുത്തു. ഒരുപാട് വാഗ്ദത്തങ്ങൾ കൊടുത്തിട്ട് അബ്രഹാം ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നാം ഉൽപ്പത്തി പുസ്തകം അതിന്റെ 12-ാം അധ്യായത്തിലൂടെ നാം വന്നാൽ അതിന്റെ 4-ാം വചനം, ലോത്തും അവനോട് കൂടെ പോയി. ലോത്തും ഉണ്ടായിരുന്നു. ഇവിടെ അബ്രഹാം ദൈവത്തിന്റെ ശബ്ദം കേട്ടു. അബ്രഹാം ദൈവത്തിന്റെ ആലോചന കേട്ടു. അബ്രഹാം യഥാർത്ഥത്തില് വിശ്വാസത്തിൽ ദൈവത്തിന്റെ ശബ്ദം കേട്ടു, ദൈവത്തിന്റെ ആലോചന കേട്ടു. അബ്രഹാമിന് ഒരു യഥാർത്ഥത്തിലുള്ള വിഷൻ ഉണ്ടായിരുന്നു, ദർശനമുണ്ടായിരുന്നു, കാഴ്ചപ്പാടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നാം ഈ അധ്യായം പഠിക്കുമ്പോൾ അതിന്റെ 13-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ സ്തോത്രം, അബ്രഹാം
എവിടെയൊക്കെ പോയി പുറപ്പെട്ടോ, എവിടെയൊക്കെ താൻ കൂടാരം അടിച്ചോ, അവിടെയെല്ലാം ദൈവമായിരിക്കുന്ന ഒരു കൂട്ടായ്മ ഇപ്പോഴും അബ്രഹാം കാത്തു സൂക്ഷിച്ചു കൊണ്ടിരുന്നു. പക്ഷേ നാം ലോത്തിനെ കുറിച്ചൊന്ന് പഠിക്കുമ്പോൾ ലോത്തിന് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടോ അല്ലെങ്കിൽ ദൈവികമായ ആരാധനയോ അല്ലെങ്കിൽ എത്രമാത്രം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം ലോത്തിന് എനിക്കറിയത്തില്ല. ലോത്തിന് അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇവിടെ 13 നാലാമത്തെ വാക്യം പഠിക്കുമ്പോൾ സ്തോത്രം, അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ചു പാർക്കുവാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചു കൂടാഞ്ഞു. സമ്പത്ത് വളരെ അധികമായി ഉണ്ടായിരുന്നുകൊണ്ട് അവർ ഒന്നിച്ചു പാർക്കുവാൻ കഴിഞ്ഞില്ല. അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. ഇവിടെ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ കൂട്ടായ്മ, ദൈവമായിട്ടുള്ള കൂട്ടായ്മയും ആരാധനയും അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാം യഥാർത്ഥത്തിൽ അവിടെ സൂക്ഷിച്ചു, പരിപാലിച്ചു, കാത്തുകൊണ്ടിരുന്നു. പക്ഷേ ലോത്തിന്റെ ജീവിതത്തിലേക്ക് നാം പഠിക്കുമ്പോൾ ലോത്തും അബ്രഹാമായിട്ട് ഇവിടെ ഒരു പിരിവ് വരികയാണ്. കൂടെ വന്നവനാ, സ്തോത്രം, അനുഗ്രഹം അനുഭവിച്ചവനാ, ദൈവത്തിൻ്റെതായിരിക്കുന്ന സാന്നിധ്യം ഒരുപക്ഷെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ നാം പഠിക്കുമ്പോൾ സമ്പത്ത് വളരെ ഉണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ദൈവിക കൂട്ടായ്മയിൽ നിന്ന് അല്ലെങ്കിൽ സഭയുടെ കൂട്ടായ്മയിൽ നിന്ന്, വ്യക്തികളായിട്ടുള്ള കൂട്ടായ്മയിൽ നിന്ന് നമ്മെ തലമാണ് നമ്മെ പിരിപ്പിക്കുന്നത് അല്ലെങ്കിൽ നമ്മെ മാറ്റി നിർത്തുന്നത് എന്നുള്ള കാര്യം ഈ ദിവസം നാം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇവിടെ. കാരണം ഇവിടെ അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി എന്ന് വായിക്കും. എന്ന കാരണം സമ്പത്ത് വർദ്ധിച്ചു, ആടുമാടുകൾ വർദ്ധിച്ചു, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലം അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങൾ അവർക്ക് കുറച്ച് വർധന വന്നു. ഈ വർധന വന്നപ്പോൾ കൂട്ടായ്മ എന്ത് ചെയ്തു? കൂട്ടായ്മയ്ക്ക് വ്യത്യാസം വന്നു, സ്നേഹത്തിന് വ്യത്യാസം വന്നു, ഐക്യത്തിന് വ്യത്യാസം വന്നു, പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങൾ അവിടെ കയറി വന്നു. ഇന്ന് പലരുടെയും ജീവിതത്തിൽ നാം പഠിക്കുമ്പോൾ എവിടെയാണ് ഐക്യത നഷ്ടപ്പെട്ടു പോകുന്നത്? ആ ഐക്യത നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താണ്? ആരാണ് ഐക്യത നഷ്ടപ്പെടുത്തുന്നത്? രണ്ടുപേരും സഹോദരന്മാരാണ്. രണ്ടുപേരും ഒരു അന്യദേശത്ത് നിന്ന് വന്ന് ഒരു ദേശത്ത് വന്ന് ഒരു അന്യദേശത്ത് വന്ന് പാർക്കുന്നവരാ. ഇനി അത് തന്നെയല്ല, ഇവർ ദൈവത്തിന്റെ മക്കളാണെന്നും അല്ലെങ്കിൽ ഇവർ ദൈവത്തെ ആരാധിക്കുന്നവരാണെന്നും സാക്ഷ്യം പറയുന്നവരാ. ഇവർ ദൈവത്തെ സ്നേഹിക്കുന്നവരാ. ദൈവത്തിനായിട്ട് ദൈവത്തിന്റെ ശബ്ദം കേട്ടാണ് അബ്രഹാം വന്നത്. പക്ഷെ ഇവിടെ ലോത്തിന്റെ ജീവിതത്തിൽ വന്നപ്പോൾ എന്ത് ചെയ്യുക? ഇവിടെ ലോത്തിന്റെ കാഴ്ചപ്പാട് മാറിപ്പോയി, ലോത്തിന്റെ വിഷൻ മാറി. അല്ലെങ്കിൽ അബ്രഹാമുള്ള ഐക്യത്തിന് ലോത്തിന് എന്ത് ചെയ്തു? ലോത്തിന് ചേർന്നിരിക്കുവാൻ കഴിഞ്ഞില്ല. ലോത്ത് അവിടെ മാറിപ്പോവുകയാണത്. കാരണം ലോത്ത് ഒരു കാര്യം ചെയ്തു, തൻ്റെതായിരിക്കുന്ന ഒരു ലോകം, തൻ്റെതായിരിക്കുന്ന ഒരു ലോകത്തെ അല്ലെങ്കിൽ തൻ്റെതായിരിക്കുന്ന ഭാവനയിൽ പല കാര്യങ്ങളെ പടുത്തുയർത്തുവാൻ തക്കവണ്ണം ലോത്ത് ആഗ്രഹിച്ചു. ഇനി എനിക്ക് ഇദ്ദേഹത്തിന്റെ സഹായം വേണ്ട, എനിക്ക് അബ്രഹാമിന് ഇനി എനിക്ക് ആവശ്യമില്ല, അബ്രഹാമിന്റെ സഹായം എനിക്ക് വേണ്ട. നാം ഒരു കാര്യം ചിന്തിക്കണം, കൂടെ വന്നവരാ, സ്നേഹിച്ചതാ, ഒന്നിച്ച് ജീവിച്ചതാ, ഒന്നിച്ച് നന്മ അനുഭവിച്ചതാ, അനുഗ്രഹങ്ങൾ പ്രാപിച്ചതാ. പക്ഷെ ഇവിടെ സംഭവിച്ചപ്പോൾ എന്ത് ചെയ്തു? പിരിവിനകൾ വന്നുപോയി. കാരണം ഇടയന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ വന്നു. അവിടെ അബ്രഹാം എടുത്ത തീരുമാനത്തിൽ നാം വളരെ ശ്രദ്ധിക്കണം. അബ്രഹാം അവിടെ ഒന്നും ഒരു കാര്യം ലോത്തിനോട് ക്ലെയിം ചെയ്യുന്നില്ല. അബ്രഹാം അവിടെ വളരെ ബുദ്ധിപരമായിട്ട് ഒരു കാര്യം ചെയ്തു. ലോത്തിന്റെ മുമ്പിൽ തന്നെ ഒരു ഡിസിഷൻ കൊടുത്തു. നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, നിനക്ക് ഇങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകാം, ഇങ്ങോട്ട് പോകണോ ഇങ്ങോട്ട് പോകാം, നീ പറയുന്നത് പോലെ ഞാൻ ചെയ്യാം. ആ സമ്പൂർണമായിരിക്കുന്ന ഒരു സ്വാതന്ത്ര്യം ലോത്തിന്, സ്തോത്രം, അബ്രഹാം കൊടുക്കാനിടയെ തീർന്നു. അപ്പോ നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കുമ്പോൾ ആ ദൈവികമായിട്ടുള്ള ഐക്യമത്യത്തിൽ നിന്ന്, അല്ലെങ്കിൽ സ്തോത്രം സഭയായിട്ടുള്ള ബന്ധത്തിലുള്ള ഐക്യമത്യത്തിൽ നിന്ന്, ദൈവദാസന്മാർ തമ്മിലുള്ള ഐക്യത്തിൽ നിന്ന് നമ്മെ പിരിപ്പിക്കുന്ന ഘടകം ഏതാണ്? നമ്മെ മാറ്റി നിർത്തുന്നത് എന്താണ്? ദൈവസ്നേഹത്തിൽ നമ്മെ മാറ്റി നിർത്തുന്നത് എന്താണ്? അത് നാം ഈ ദിവസങ്ങളിൽ ഒന്ന് പരിശോധിച്ചാൽ നന്നായിരിക്കും. കാരണം
ഈ നാളുകളിൽ ഐക്യമില്ല. ഐക്യമുണ്ടെങ്കിലല്ലേ സ്നേഹം ഉണ്ടാവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അവിടെ ഏതാണ് ഇതിന്റെ തടസ്സങ്ങൾ എന്നുള്ളത് നാം കണ്ടുപിടിക്കുക. നമ്മുടെ ജീവിതത്തില് കർത്താവെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ, ദൈവമായിട്ടുള്ള കൂട്ടായ്മയിൽ, അല്ലെങ്കിൽ സഭയായിട്ടുള്ള കൂട്ടായ്മയിൽ, ദൈവദാസന്മാരായിട്ടുള്ള കൂട്ടായ്മയിൽ, കുടുംബമായിട്ടുള്ള കൂട്ടായ്മയിൽ എന്നെ തട ചെയ്യുന്നത്, എന്നെ സ്തോത്രം അതിലേക്ക് കൊണ്ടുപോകാത്ത ആ ഘടകം, അല്ലെങ്കിൽ കൊണ്ടുപോകാത്തതായിരിക്കുന്ന തടസ്സം എന്താണ്? അത് ഈ ദിവസങ്ങളിൽ നാം കണ്ടുപിടിച്ചാൽ തീർച്ചയായിട്ടും സ്തോത്രം നാം തിരുത്താൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായിട്ടും സ്തോത്രം നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുവാൻ തക്കോടെത്തിരും. ഹല്ലേലൂയ. അതുപോലെ പലപ്പോഴും നെഹെമ്യാവിന്റെ പുസ്തകത്തിലേക്ക് വന്നാൽ ഒരു കാര്യം സ്തോത്രം പറയാൻ ആഗ്രഹിക്കുന്നു. നെഹെമ്യാവിലേക്ക് നാം വരുമ്പോൾ അതിന്റെ 4 അധ്യായത്തിന്റെ വാക്യമുണ്ട്. 4 അധ്യായം അതിന്റെ 16 വാക്യം. അന്നു മുതൽ എന്റെ ഭൃത്യന്മാർ പാതിപ്പേർ വേലയ്ക്ക് നിന്നു, പാതിപ്പേർ കുന്തവും പരിചയം വില്ലും കവചവും ധരിച്ചു നിന്നു. മതിൽ പണിയുന്ന എല്ലാ യഹൂദന്മാരുടെയും പിറകിൽ പ്രഭുക്കന്മാർ നിന്നു. ചുമടെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈ കൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈ കൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. പണിയുന്നവർ അതെ അരയ്ക്ക് വാൾ കെട്ടിയും കൊണ്ട് പണിതു. എന്നാൽ കാഹള ഊതുന്നവർ എല്ലാം എന്റെ അടുക്കലായിരുന്നു. ഞാൻ പ്രഭുക്കന്മാരോടും പ്രമാണികളോടും ശേഷം ജനത്തോടും വേല വലിയതും വിശാലവുമാകുന്നു. നാം മതിൽമേൽ ചിതറി തമ്മിൽ തമ്മിൽ അകന്നിരിക്കുന്നു. നിങ്ങൾ കാഹളനാദം കേൾക്കുന്നിടത്ത് ഞങ്ങളുടെ അടുക്കൽ കൂടിക്കൊള്ളുവിൻ. നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഇവിടെ കണ്ടോ, ഒരു വളരെ മനോഹരമായിരിക്കുന്ന ലീഡർഷിപ്പ് നമുക്കിവിടെ കാണാൻ പറ്റും. നെഹെമ്യാ ഒരു കാര്യം ചെയ്യണ നേരത്ത് സ്തോത്രം ഒരു കാര്യം കാരണം ദൈവത്തിന്റെ ആത്മാവ്, കാരണം വിളി കേട്ടവൻ, ദർശനം പ്രാപിച്ചവനെ ദൈവം ഏൽപ്പിച്ച കാര്യം ചെയ്യാൻ കഴിയത്തുള്ളൂ. എല്ലാവർക്കും കൂടി ചെയ്യേണ്ട വിഷയമല്ല അത്. എന്നാൽ അതിൽ പങ്കാളികളാകാൻ പറ്റും. ദർശനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമ്മെ ഒരു കാര്യം ഏൽപ്പിക്കുമ്പോൾ അതിന്റെ ഫുൾനെസ് എന്താണെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ നാം ഗ്രഹിക്കത്തക്ക ഒരു നിലമയിലേക്ക് നാം ഈ ദിവസങ്ങളിൽ വളർന്നു വരണം. പരിശുദ്ധാത്മാവ് നമ്മളോട് എന്ത് സംസാരിക്കുന്നു, ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണ്, ലക്ഷ്യം എന്താണ്, ഞാൻ എന്താണ് ദൈവത്തിനായി ചെയ്യുന്നത്, അതിന്റെ ആരംഭം എങ്ങനെ, അതിന്റെ അവസാനം എങ്ങനെയായിരിക്കും, ഈ ഒരു യഥാർത്ഥമായിരിക്കുന്ന ഒരു ദർശനം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നാം ചെയ്യുന്ന പ്രവൃത്തി ഫലവത്താകുകയുള്ളൂ. അപ്പൊ ഇവിടെ നാം പഠിക്കുമ്പോൾ സ്തോത്രം ഇവിടെ ഭൃത്യന്മാരുണ്ട്. അവർ പാതിപ്പേർ വേലയ്ക്ക് നിന്നു, പാതിപ്പേർ കുന്തവും പരിചയം വില്ലും കവചവും ധരിച്ചു നിന്നു. പാതിപ്പേർ വേല ചെയ്യുകയാണ്. ഈ പകുതി പേരെ കാക്കുവാനും പരിപാലിക്കാൻ, അവരുടെ വേലയ്ക്ക് തടസ്സങ്ങൾ വരാതിരിക്കാൻ, അല്ലെങ്കിൽ ഈ വേല തടസ്സപ്പെടുത്തുവാൻ കടന്നു വരുന്ന ആ ശക്തികൾക്ക് വിരോധമായി നിൽക്കുന്ന ഒരു കൂട്ടം. ഇവിടെ ഒരു കൂട്ടം വേല ചെയ്യുന്നു, ഒരു കൂട്ടം ഇവർക്ക് വേണ്ടി കാവലായിട്ട് ഇവിടുത്തെ വേലകൾ തടസ്സപ്പെടരുത്, ഇവിടുത്തെ പ്രശ്നങ്ങൾ സംഭവിക്കരുത്, ഈ വേല നടന്നു പോകണം, അതിനു വേണ്ടി നിൽക്കുന്ന ഒരു കൂട്ടം. അപ്പൊ കുന്തവും പരിചയും വില്ലും കവചവും ധരിച്ചു നിന്നു. അപ്പൊ ചില കാര്യങ്ങൾ സ്തോത്രം, ചിലതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ചിലത് നാം ധരിച്ചേ ആകണം. ചിലതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ചിലത് ധരിക്കണം, ചിലതിനെ സൂക്ഷിക്കണമെങ്കിൽ ചിലത് ധരിക്കണം. അതുമാത്രമല്ല, എല്ലാ യഹൂദന്മാരുടെയും പുറകിൽ പ്രഭുക്കന്മാർ നിന്നു. ഇവിടെ എല്ലാം നാം നിൽക്കുമ്പോൾ എന്ത് ചെയ്യുക, ചിലര് പണിയുകയാ, ചിലര് സ്തോത്രം, ചിലര് അന്ന് മുതൽ പാതിപ്പേർ വേലയ്ക്ക് നിന്നു, പാതിപ്പേർ കുന്തവും പരിചയും വില്ലും കവചവും ധരിച്ചു നിന്നു. മതിൽ പണിയുന്ന എല്ലാ യഹൂദന്മാരുടെ പുറകിൽ പ്രഭുക്കന്മാർ എന്തിനും തയ്യാറായിട്ട് നിൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഇനി അത് മാത്രമല്ല, ചുമടെടുക്കുന്ന ചുമട്ടുകാർ ഒരു കൈ കൊണ്ട് വേല ചെയ്യുകയും മറ്റേ കൈ കൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. ഒരു കാര്യം ദൈവത്തിന്റെ സ്തോത്രം ആ വേലകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായിരിക്കുന്ന ആ ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ അവിടെ അവർ ചെയ്യുന്നതായിരിക്കുന്ന ഓരോ കാര്യങ്ങളും നാം ശരിക്കും യഥാർത്ഥം ചിന്തിച്ചാല് കണ്ടോ, ഒരു കൂട്ടം ചുമട്ടുകാർ ഒരു കൈ കൊണ്ട് വേല ചെയ്തു, മറ്റേ കൈ കൊണ്ട് ആയുധം പിടിക്കുകയും ചെയ്തു. പണിയുന്നവർ അരയ്ക്ക് വാൾ കെട്ടിയും കൊണ്ട് പണിതു. അപ്പൊ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട്, പക്ഷേ അതിനൊരു ലീഡർഷിപ്പ് ഉണ്ട്, നെഹെമ്യാവ്. ഇപ്പൊ നെഹെമ്യാവ് എന്ത് കാര്യങ്ങൾ അവിടെ അസൈൻ ചെയ്തോ ആ കാര്യങ്ങൾ ഭൃത്യന്മാർ ചെയ്യുന്നു, പ്രഭുക്കന്മാർ ചെയ്യുന്നു, ചുമടെടുക്കുന്നവർ ചെയ്യുന്നു, വേലക്കാർ ചെയ്യുന്നു.
അവിടെ തന്നെ ഒരു ഐക്യം കൊണ്ടുവരികയാണ്. എങ്കിൽ മാത്രമേ ഒരു കാര്യത്തെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ദൈവികമായിരിക്കുന്ന ദൈവത്തിന്റെ ദർശനത്താൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ നാം ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനു വേണ്ടത് ദൈവിക ഐക്യമാണ്. അവിടെ പിരിപ്പിക്കുന്ന ഘടകം ഏതാണോ ആ ഘടകത്തെ നാം മാറ്റിയാൽ, ഇപ്പൊ യഥാർത്ഥത്തില് ലോത്തിന്റെ വിഷയത്തിൽ സംഭവിച്ച വിഷയം, ലോത്ത് തന്നെ ഒരു തീരുമാനം എടുത്തങ്ങ് പോയി. പക്ഷെ ആ തീരുമാനം അബ്രഹാമിന് വിട്ടുകൊടുത്തിട്ട്, സ്തോത്രം, അബ്രഹാമിനോട് ലോത്ത് പറഞ്ഞാൽ മതിയായിരുന്നു, അച്ചായൻ എന്നാ പറയണോ ഞാൻ അങ്ങ് ചെയ്യാം, എന്ത് പറയാൻ ഞാൻ ചെയ്യാം, അച്ചായന്റെ കൂടെ ഞാനല്ലേ പോകുന്നത്, അച്ചായനല്ലേ കൊണ്ടുവന്നത്, അച്ചായനല്ലേ ഇത്രത്തോളം എന്നെ ആക്കിയത്, എനിക്ക് വല്ലതൊക്കെ ഇതുണ്ടെങ്കിൽ അതിന്റെ ഒരു മുഖാന്തരം അച്ചായനല്ലേ. ഈ ഒരു അനുഭവം ലോകത്തിനുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ലോകത്തിന്റെ ഗതി അങ്ങനെ ആയി പോവാൻ സാധ്യത ഉണ്ടായിരുന്നില്ലായിരുന്നു. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ നാം ചെയ്യുമ്പോൾ, ഇവിടെ ഒരു മതിൽ പണിയുമ്പോൾ നെഹമ്യാവ് ലീഡർഷിപ്പ് ചെയ്ത് അവർ ഓരോ ഘട്ടങ്ങളും വളരെ മനോഹരമായിട്ട് ഓരോരുത്തർക്ക് അസൈൻ ചെയ്ത കാര്യങ്ങൾ വളരെ മനോഹരമായിട്ട് അവരുടെ വേല അവർ ചെയ്യുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ഇപ്പോ നെഹമ്യാവിന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ഐക്യം ഉണ്ടായിരുന്നു. പക്ഷേ അബ്രഹാമിന്റെ ജീവിതത്തിൽ ലോകത്ത് വിരിഞ്ഞു പോയി. ഇനി സ്തോത്രം, നാം ഐക്യത്തെക്കുറിച്ച് പറഞ്ഞാല് സങ്കീർത്തനം 133 വായിച്ചാല്, പ്രൈസ് ദി ലോർഡ്, ഇവിടെ നമുക്കറിയാം സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്, അല്ലെ? അങ്ങനെ ഒരു വാക്യം 133 സങ്കീർത്തനത്തില് കിടക്കുന്നുണ്ട്. കണ്ടോ, ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവുമാകും. വസിക്കുക, സ്തോത്രം, ഒത്തൊരുമിച്ച് വസിക്കുക. ഈ ഒത്തൊരുമ ഇല്ലെങ്കിൽ, ഏക മനസ്സില്ലെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു ഐക്യമില്ലെങ്കിൽ, നാം ചെയ്യുന്ന എത്രമാത്രം നാം നമ്മുടെ സ്വയത്തിൻപടി ചെയ്താലും അല്ലെങ്കിൽ നമ്മുടേതായിരിക്കുന്ന ഇഷ്ടത്തിൻപടി ചെയ്താലും അത് ഫലവത്താകാനായിട്ട് സാധ്യത കുറവാണ്. ഇവിടെ പറയുന്നു സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും ആകും. പ്രൈസ് ദി ലോർഡ്. പണ്ട് ആരോ പറയുമായിരുന്നു, കട്ടിൽ ചെറുതാണെങ്കിലും കാല് 4 വേണം. കാല് 4 ആ കട്ടിലിന് ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അതുപോലെ ക്രിസ്തുവിലുള്ള ഐക്യം ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ, അതുകൊണ്ടാണ് സ്തോത്രം പത്രോസൂര്യായും പറയുന്നത്, സഹോദരന്മാർ തമ്മിലുള്ള ആ ഐക്യം വളരെ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഇന്ന് ഏറ്റവും മുഖ്യമായി വരേണ്ട ഒരു വിഷയമാണ്. എന്നാൽ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാല് പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങൾ പിശാച് കൊണ്ടുവന്നിട്ട് അതിനെ, മനുഷ്യന്റെ ജീവിതത്തെ ആ സ്നേഹവും ഒറ്റൊരുമയും ഐക്യവും സഹോദരപ്രീതിയും ഇല്ലാതെ അതിനെ, സ്തോത്രം, തങ്ങളുടെ സ്വയം ആയ ലക്ഷ്യത്തിന് വേണ്ടിയോ സ്വയമായ പേരിന് വേണ്ടിയോ പെരുമയ്ക്ക് വേണ്ടിയോ പല കാര്യങ്ങൾ ചെയ്ത് ഇന്ന് പലയിടങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് പലവിധമായ വിഷയങ്ങൾ സഭയിലും അതുപോലെ അനേകരുടെ ജീവിതത്തിലും കടന്നു വരുന്നത്. ഇവിടെ ദൈവത്തിന്റെ വചനം പറയുന്നു, ഒത്തൊരുമിച്ച് വസിക്കുക, കർത്താവിൽ വസിക്കുക. ഇനി ആ ഒരു അനുഭവം നാം പഠിക്കുമ്പോൾ, ഇപ്പോ അപ്പോസ്തല പ്രവൃത്തികളേക്ക് നാം വന്നാല് അതിന്റെ 2ാം അധ്യായത്തിലൊരു കാര്യമുണ്ട്. നമുക്ക് വളരെ സമയത്തിന്റെ കുറവ് കാരണം എനിക്ക് കൂടുതൽ വിവരിക്കാനുള്ള നേരമില്ല. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി 2 നാം പഠിക്കുമ്പോൾ, സ്തോത്രം, അതിന്റെ 40 വായിച്ചാല് കണ്ടോ, മറ്റു പല വാക്കുകളിൽ അവർ സാക്ഷ്യം പറഞ്ഞവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറ രക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഈ അവരോട് ചേർന്നുള്ള വിഷയം വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഇവര് എവിടെ കിടന്നവരാ, ഏത് സാഹചര്യത്തിൽ വളർന്നവരാ. അപ്പോ ഈ ഐക്യത്തെ കൊണ്ടുവരുന്ന ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇപ്പൊ ദൈവത്തിന്റെ വചനം അവർ കേട്ടു, പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളത്തിൽ ഇറങ്ങി. സ്തോത്രം. ഇവര് പല ജാതികൾ, പല വർഗങ്ങൾ, പല ഭാഷകൾ, അതുപോലെ പല സ്ഥലങ്ങൾ, പല കലാചാരങ്ങൾ, അവരെല്ലാവരും ആ ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക്, സ്തോത്രം, ഇവിടെ വായിക്കുമ്പോൾ, അതെ, സ്തോത്രം, വായിക്കുമ്പോൾ അവന്റെ വാക്ക് കൈക്കൊണ്ടവർ, കൈക്കൊള്ളുക, ദൈവത്തിന്റെ വചനത്തെ കൈക്കൊള്ളുക, ദൈവത്തിന്റെ വചനത്തെ അംഗീകരിക്കുക, ദൈവത്തിന്റെ വചനത്തിന് കീഴ്പ്പെടുക.
ദൈവത്തിന്റെ വചനത്തെ സ്നേഹിക്കുക. അത് തന്നെയല്ല, സ്തോത്രം, അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു, ഐക്യപ്പെടുകയാണ് അവിടെ. അതെ, സ്തോത്രം, താതാത്മ്യപ്പെടുക, ദൈവത്തോട് ഐക്യപ്പെടുകയാ, ക്രിസ്തുവിനോട് സ്തോത്രം അതെ താതാത്മ്യപ്പെടുക ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോ സ്നാനമേറ്റു അവർ, പിന്നെ അവിടുത്തെ ഇത് വായിക്കുമ്പോൾ അവർ കൈക്കൊണ്ടവർ സ്നാനമേറ്റു, അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. ഇന്ന് 30 പേര് സഭയിൽ വന്നാല് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് 3 സഭയായി മാറുമോ? ആ ഒരു കാലത്തെ നാം ജീവിക്കുന്നത്. കാരണം സ്നേഹം തണുത്തുപോയി, ഐക്യമില്ല, ദൈവത്തിന്റെ വിഷൻ സ്തോത്രം എന്താണെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞ് ഒന്ന് മനുഷ്യൻ നടക്കുകയാണ്. ഞാൻ എന്നെയും കൂടി എല്ലാവരും ചേർത്ത ഞാൻ പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇവിടെ കണ്ടോ, അവർ 3000 പേർത്തോളം അവരോട് ചേർന്നു, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് രൂപാന്തരങ്ങൾ വരണം, മാറ്റങ്ങൾ വരണം. കാരണം വചനമാണ് നമ്മെ ഹൃദയത്തെ അതേ സ്തോത്രം മാറ്റപ്പെടുത്തുന്നത്. വചനം നമ്മെ അതേ സ്തോത്രം നമ്മുടെ ഹൃദയത്തിനും ജീവിതത്തിനും അതുപോലെ നമ്മുടെ സ്നേഹത്തിനും ഐക്യത്തിനും കൂട്ടായ്മയ്ക്കൊക്കെ എന്ത് ചെയ്തും മാറ്റം കൊണ്ടുവരും. ഇനി അതിനല്ല, അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, കൂട്ടായ്മ ആചരിച്ചു. ഇന്നെവിടെ കൂട്ടായ്മ? കൂട്ടായ്മ ആചരിച്ചു, കൂട്ടായ്മ ആചരിച്ചു. അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു. ആ പ്രാർത്ഥന കഴിച്ചു എന്നുള്ള പ്രാർത്ഥന ഉറ്റിരുന്നു എന്നാ ശരിക്കും പറഞ്ഞാൽ ശരിയായിട്ടുള്ള ഇത്. പ്രാർത്ഥന കഴിച്ചു. അവിടെ ആ കൂട്ടായ്മ, ഐക്യം, സ്നേഹം ഇതില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിൽ എന്നാ ഇല്ല. ഉപ്പില്ലാത്ത പ്രൈസലോട് ആഹാരം കഴിച്ചു പോലെ ഇരിക്കും. ഹല്ലേലൂയ. ഇനി ഒരു വാക്യം കൂടി ഞാൻ വായിക്കാം. ജോൺ സ്തോത്രം യോഹന്റെ സുവിശേഷം 6:51 കണ്ടോ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു. ഈ അപ്പം തിന്നുന്നവൻ എല്ലാം എന്നേക്കും ജീവിക്കും. ഞാൻ കൊടുപ്പാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസമാകും. സ്തോത്രം. അപ്പോ ഈ അപ്പം കഴിക്കുന്നവൻ കർത്താവിന്റെ കൂട്ടായ്മയിലേക്ക്, കർത്താവിന്റെ സ്നേഹത്തിലേക്ക്, കർത്താവിന്റെ ഐക്യത്തിലേക്ക് ദൈവം അവനെ കൊണ്ടുവരികയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇത് നമ്മുടെ ജീവിതത്തെ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിന് മാറ്റം വരുന്നില്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം കൊണ്ട് പ്രയോജനമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോ ഈ ക്രിസ്തീയ ജീവിതത്തിന് തടസ്സം ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയ്ക്കും നമ്മുടെ സ്നേഹത്തിനും നമ്മുടെ ഐക്യത്തിനും നമ്മുടെ സഹോദരപ്രീതിക്കും തടസ്സം ചെയ്യുന്നത് എന്തോ അത് ദൈവത്തിന്റെ കൃപയിനാൽ നമ്മളതെടുത്ത് മാറ്റണം. എങ്കിൽ മാത്രമേ നമുക്ക് ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലും ഐക്യത്തിലും സഹോദരപ്രീതിയിലും അതുപോലെ വിനയബുദ്ധിയുള്ളവരായി നമുക്ക് നിലനിൽപ്പാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഒരുപാട് നേരമില്ലാത്ത നേരം തീരാൻ പോവാം. അപ്പൊ ഈ ദിവസങ്ങളില് നാം പിന്നെയും പത്രോസിന്റെ ലേഖനത്തിലേക്ക് നാം വന്നാല് സ്തോത്രം 3 തീർച്ചയ്ക്ക് എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദരപ്രീതിയും മനസ്സലിവും വിനയബുദ്ധിയുമുള്ളവരായിരിക്കും. അതില് പല വിഷയങ്ങൾ അതിലുണ്ട്. കാരണം ഐക്യമത്യമുണ്ട്, സഹതാപമുണ്ട്, സഹോദരപ്രീതിയുണ്ട്, മനസ്സലിവുണ്ട്, വിനയബുദ്ധിയുള്ളവരായിരിപ്പിൻ. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടത് കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. ഇപ്പൊ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായി മാറണം. നമ്മുടെ അത് കുടുംബജീവിതമായാലും സഭയായിട്ടുള്ള ബന്ധത്തിലുള്ള ജീവിതമായാലും അത് മറ്റുള്ളവർക്ക് അനുഗ്രഹിക്കപ്പെട്ട നിലമേല്, ഐക്യപ്പെടുത്തുന്ന നിലമേല്, ക്രിസ്തുവിന്റെ സ്നേഹം പരത്തുന്ന നിലമേല്, അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുന്ന നിലമേല് നമുക്ക് മാറ്റം വന്നാൽ സ്തോത്രം തീർച്ചയായിട്ടും നമ്മുടെ കൂടെയുള്ളവർക്കും അതുപോലെ നമ്മൾ ഇനി സ്തോത്രം ഇനി നമുക്ക് ഈ കർത്താവിലേക്ക് വരുന്നവർക്കും ഹല്ലേലൂയ അത് ആഴമായിരിക്കുന്ന മാറ്റങ്ങളും വ്യത്യാസങ്ങളും വരുവാൻ തക്കവണ്ണം ഇടയായിട്ട് തീരും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം.
ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, ഇന്നലെ മനോഹര ദിവസത്തിനായി സ്തോത്രം. ദൈവം ഞങ്ങൾക്ക് തന്ന ഈ വചനത്തിനായി സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം കൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവിങ്ങളുടെ എഫത്തിനായി സ്തോത്രം. കർത്താവെ ദൈവത്തിന്റെ വചനം കർത്താവ് സംസാരിപ്പാൻ തക്കോണം സാവകാശം തന്നല്ലോ. ദൈവത്തിന് നന്ദി. കർത്താവ് ഈ ദിവസങ്ങളിൽ ഈ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ജീവിപ്പിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ഞങ്ങളെ ശക്തീകരിക്കുകയും ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങളെ ചിന്തിക്കുകയും ചെയ്യുവാൻ ദൈവം സഹായിക്കണമേ. കടന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവ് എടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. 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 കർത്താവിന്റെ ദാസനിലൂടെ അനുഗ്രഹീതമായ ഒരു വേദചിന്ത വളരെ ചുരുങ്ങിയ സമയത്തിലൂടെ നമുക്ക് ലഭ്യമായി. കർത്താവിന്റെ ദാസനെ നമുക്ക് സ്തോത്രം ചെയ്യാം. കർത്താവ് അനേക സ്ഥലങ്ങളിൽ തന്നെ ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഐക്യമത്യവും സഹതാവും സഹോദരപ്രീതിയും മനസ്സിലുള്ളവരായി വിനയബുദ്ധിയുമുള്ളവരായി. ഹല്ലേലൂയ. യഥാർത്ഥമായി ഐക്യമത്യത്തെക്കുറിച്ച് അനുഗ്രഹീതമായ ഒരു ചിന്തയെക്കുറിച്ച് നമുക്ക് ലഭ്യമായല്ലോ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അതിന് ശ്രവിക്കുന്നവർ മാത്രമാകാതെ കർത്താവിന്റെ വചനം പറഞ്ഞല്ല, അതിനെ അനുസരിക്കുന്നവർ, അതിനെ പാലിക്കുന്നവരായി തീരുക. കർത്താവ് നമ്മെ സഹായിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. തിരുവചനത്തെ പറഞ്ഞ പ്രകാരം കർത്താവിന്റെ ദാസൻ അബ്രഹാമിന്റെ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞു. അവിടെ പ്രശ്നമുണ്ടായപ്പോൾ, ഇടയന്മാർ തമ്മിൽ പ്രശ്നമുണ്ടായപ്പോൾ അവിടെ പ്രശ്നം വഷളാകുന്നതിന് മുമ്പ് അത് പരിഹരിക്കപ്പെടുകയാണ്. താൻ ജയിക്കണമെന്നുള്ള ഒരു താല്പര്യത്തോടു കൂടിയല്ല, ദൈവനാമം ദുഷിക്കപ്പെടാതിരിക്കുവാനായിട്ട് താനൊരു ചുവട് വയ്ക്കുവാനായിട്ട് ചെയ്തത്. അങ്ങനെ പല ഉദാഹരണങ്ങളിലൂടെ കർത്താവിന്റെ ദാസൻ വളരെ അനുഗ്രഹീതമായി വചനങ്ങൾ സംസാരിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. നമുക്ക് നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. നമ്മുടെ മധ്യേ നാം എല്ലാവരും നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഭരമേൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ മധ്യേ പാസ്റ്റർ ജോജി മൈക്കിൾ അവർ പ്രാർത്ഥിക്കുകയും പാസ്റ്റർ അനീഷ് അവർ ആശീർവാദത്തോടു കൂടി ഇന്നത്തെ പ്രാർത്ഥന നമുക്കിവിടെ പര്യവസാനം. ഹല്ലേലൂയ. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തിന്റെ പാതയോട് അടുത്ത് വരികയാണ്. ഈ പ്രഭാതത്തിൽ വിവിധയിടങ്ങളിൽ ഇരുന്നുകൊണ്ട് അല്പസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിപ്പാൻ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ നൽകുന്ന വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരിക്കൽ കൂടി ഏൽപ്പിക്കുന്നു. അവിടുന്ന് വചനം ശുശ്രൂഷിച്ച ഞങ്ങളുടെ ഭൃത്യനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. ഈ പുതിയ വർഷത്തിൽ ഞങ്ങളുടെ എല്ലാ ജീവിതത്തില് കർത്താവെ ഐക്യമത്യവും സ്നേഹവും മനസ്സലിവും വിനയബുദ്ധിയും സഹതാപമുള്ളവരായി ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതം ദൈവം ആഗ്രഹിക്കുന്ന പോലെ മുന്നേറുവാനുള്ള വിശേഷമായ കൃപ എല്ലാവരുടെ മേലും പകരേണ്ടതിനായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. രണ്ടുപേർ ഭൂമിയിൽ ഐക്യപ്പെടപ്പെടുന്ന ഏത് കാര്യത്തിലും അവിടുന്ന് മറുപടി നൽകാമെന്ന് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ആകയാൽ ആ വചനത്തിൽ ആശ്രയിച്ചു ഞങ്ങൾ പിന്നെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഒരിക്കൽ കൂടി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യാല് ഈ ഫെലോഷിപ്പിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇതിന്റെ പിന്നിൽ ഇത് നേതൃത്വം കൊടുക്കുന്ന ഞങ്ങളുടെ അഭിഷിക്തന്മാർക്കായി സ്തോത്രം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് ഈ സൂമിലൂടെ അറ്റൻഡ് ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരുടെ അവസ്ഥകള്, സ്ഥിതികള്, ആവശ്യങ്ങളെല്ലാം കർത്താവ് അറിയുന്നെല്ലാറ്റും കരുതുവാൻ വിശ്വസ്തനാകിയാൽ സ്തോത്രം. ശാരീരിക സൗഖ്യമില്ലാത്തവരെയും ഈ സമയം ഞങ്ങള് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അവരുടെ മേലും ദൈവത്തിന്റെ വിടുതലും സൗഖ്യവും ആശ്വാസവും പകരണമേ. അതിനെക്കുറിച്ച് ഞങ്ങളുടെ വൃത്തിനെ പിന്നെയും ശക്തിയോടെ ദൈവം ഉപയോഗിക്കണമേ. അതിനായി ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. ഞങ്ങൾ നൽകിയ എല്ലാ നല്ല കൂട്ടായ്മകൾക്കായി സ്തോത്രം കരങ്ങളിൽ ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഈ പ്രഭാതത്തില് നമ്മെ വ്യത്യസ്ത സോണുകളിൽ വ്യത്യസ്ത സമയങ്ങളിലായിരിക്കുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാലും സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. 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 കർത്താവിന് നമുക്ക് നൽകിയ പ്രാർത്ഥനയുടെ നല്ല സമയത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് നമ്മുടെ പ്രാർത്ഥനകളൊക്കെ കേട്ട് നമുക്ക് ഉത്തരവഹിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം. കർത്താവ് ഇന്ന് നമുക്ക് നൽകിയ നല്ല വചനത്തിനായി സ്തോത്രം ചെയ്യാം. വചനപ്രകാരം ഐക്യമത്യമുള്ളവരായി ജീവിപ്പാൻ കർത്താവ് പരിശുദ്ധാത്മാവ് മൂലം നമ്മെ സഹായിക്കുന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പിതാവായ ദൈവത്തിന്റെ സ്നേഹം, യേശു ക്രിസ്തുവിന്റെ കൃപ, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സംബന്ധ സഹവാസം നാം എല്ലാവരോടും, നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും, ഇന്ന് അതിരുവനും സംസാരിച്ച ദാസനോടും നാം എല്ലാവരോടും കൂടെ ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിലും ഇന്ന് പകലും യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ. 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 കടന്നു വന്ന എല്ലാവരുള്ള ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തിരുവചനം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് തിരുവചനം സംസാരിക്കാൻ കടന്നു വന്നതാ പാസ്റ്റർ ബിനു പേൾ അവരോട് ഉള്ള നന്ദി അറിയിക്കുന്നു. ശിഷ്യ തന്നെയും തന്നെ മിനിസ്ട്രിയെയും ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന തിരുവായൂർ എന്ന് പറയുന്ന സ്ഥലം വളരെ പ്രതികൂലങ്ങളാൽ നിറയപ്പെടുന്നതായ ഒരു സ്ഥലമാണ്. താനൊരു ചർച്ച് ബിൽഡിംഗ് ഉണ്ടാക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നു. എന്നാൽ അവിടെ ആൾക്കാർ പ്രശ്നമുണ്ടാക്കുന്നത് കൊണ്ട് അത് സാധിക്കുന്നില്ല. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കാര്യങ്ങളെ സാധിപ്പിച്ച് തരുമെന്ന് ദൈവവചനത്തിലുണ്ട്. സ്വർഗത്തിലെ ദൈവം അതിനുള്ള വഴിയൊരുക്കുന്നതിന് വേണ്ടി നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. എല്ലാവരോടും ഉള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നാളെ നമ്മുടെ ഹിന്ദി മീറ്റിംഗ് ആണ്, രാഷ്ട്രഭാഷയിലുള്ള മീറ്റിംഗ് ആണ്. എല്ലാവരും പങ്കുചേരണമെന്ന് അപേക്ഷിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.